കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ളൊരു പ്രഭാതം. യേശുവും ദേവിയും ഇന്ന് അമ്പലത്തിൽ പോവാണ്. ദേവി ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ള അമ്പലത്തിലേക്കാണ് പോകുന്നത്. നാളെയാണ് യേശുവിന് ഓഫീസിൽ ജോയിൻ ചെയ്യേണ്ട ദിവസം. രുദ്രനും മോനും മാൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ദേവി പോകുമ്പോൾ അവളെയും കൊണ്ട് പോകുന്നത്. പിന്നെ നാളെ മുതൽ ജോലി കയറുമല്ലേ, അപ്പോൾ അവിടെയുള്ള ദേവിയുടെ അനുഗ്രഹം വേണം ദേവിക്ക് നിർബന്ധം. മോൻ 2 ദിവസം അത്യാവശ്യമായിട്ട് ഡീലിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇന്നലെ എത്തുമെന്ന് പറഞ്ഞതാണ്, പക്ഷേ വന്നിട്ടില്ല. വിളിച്ചപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവി ഈശു മാത്രമാണ് പോകുന്നത്. കഴിഞ്ഞില്ലേ? ദേവി പിന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ ഈശു തിരിഞ്ഞു നോക്കി. അവളെ കണ്ട് ദേവിയുടെ കണ്ണുകൾ വിടർന്നു. ചുവപ്പ് നിറത്തിലുള്ള ജാക്കറ്റുള്ള സെറ്റ് സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി നിൽക്കുകയാണ്. മുടിയൊക്കെ നല്ല ഭംഗിയിൽ നിവൃത്തിയിടാതെ ക്രാബിട്ട് വട്ടത്തിൽ കെട്ടിവെച്ച് നെറ്റിയിൽ ചെറുതായി സിന്ദൂരവും തൊട്ടു. ദേവി അറിയുന്ന ഒരുപാട് പേര് അമ്പലത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് മോഹന്റെ സുഹൃത്തിന്റെ മകളാണെന്ന് പറയുകയാണ് ദേവി. അതുകൊണ്ട് തന്നെ ചെറുതായി മനസ്സിലാവാത്ത രീതിയിലാണ് സിന്ദൂരം തൊട്ടത്. വിവാഹം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടി വരും. അത് വേണ്ടല്ലോ എന്ന് കരുതിയാണ്. കുറച്ച് ദൂരെയാണ് അമ്പലം. 7 മണിക്ക് അവിടെ എത്തണമെന്നുള്ളത് കൊണ്ട് പുലർച്ചെ 5 മണിക്ക് തന്നെ അവർ ഇറങ്ങി. റോണിയില്ലേ അമ്മേ? കാറിലേക്ക് കയറിയപ്പോൾ വണ്ടി ഡ്രൈവറാണ് ഓടിക്കുന്നത് കണ്ടതും ഈശു ദേവിയോട് ചോദിച്ചു. ഇല്ല കുഞ്ഞ, അവന് റോണയും കുറച്ചു മുമ്പ് എങ്ങോട്ട് തിരക്കി പിടിച്ച് പോയി. ഇനിയിപ്പോൾ ഇന്ന് നോക്കണ്ട, നമുക്ക് പോയിട്ട് വരാം. കണ്ണ് നല്ല ഉറക്ക, അവിടെ കിടക്കട്ടെ. ദേവി മറുപടി പറയുമ്പോൾ ഈശു ഒന്ന് തലവുലുക്കി കയ്യിലുള്ള ഫോണിൽ മെസ്സേജ് അയച്ചു. ഇച്ചാ, ഗുഡ് മോർണിംഗ്. ഞാനും അമ്മയും ദേവിയുടെ അമ്പലത്തിൽ പോവാണ്, ഇറങ്ങി. മെസ്സേജ് അയച്ച ശേഷം ഫോൺ ഓഫാക്കി ഒരു ചിരിയോടെ പുറത്തെ കാഴ്ചയിലേക്ക് നോക്കിയിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് സങ്കടം കുറേയൊക്കെ അവളിൽ നിന്ന് അകന്നു. വീഡിയോ കോൾ വിളിക്കാറില്ല. ഇനി വരുമ്പോൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. രുദ്രനൊരു ചെറിയ ഒഴിവ് കിട്ടിയാൽ അപ്പോൾ അവൻ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. അവരിപ്പോൾ പ്രണയിക്കുകയാണ്, പ്രണയിച്ച് ജീവിക്കുകയാണ്. ചിരിക്കല്ലേ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഈ ചിരി ഇപ്പൊ നന്നായിരുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, അതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ കിടന്ന് ഇളിക്കുന്നത്. റോണി പല്ലടിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ മോഹൻ ഒടിഞ്ഞ കൈ തലോടിക്കൊണ്ട് നേരെ കിടന്ന് ചിരിച്ചു കൊടുത്തു. എന്തിനാച്ചാ, ഏട്ടൻ പറഞ്ഞല്ലേ ഇനി എല്ലാ ഡീലും ഏട്ടൻ വന്നിട്ട് മതിയെന്ന്. പിന്നെ എന്തിനകത്ത് തിടുക്കം, പതിയെ മതിയായിരുന്നില്ലേ? മോഹനെ നേരെ കിടക്കാൻ സഹായിച്ചുകൊണ്ട് റോണ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മോഹൻ അവിടെ കിടന്നു. അല്ലെങ്കിലും എന്തു പറയാനാണ്, അങ്ങനെ തന്നെയല്ലേ. റോണി വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ മിണ്ടാതെ സെറ്റിയിലിരുന്നു. മോഹനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങൾ ബില്ലെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. ഇതൊക്കെ അകത്തേക്ക് വന്നെങ്കിൽ മോഹന്റെ പ്രായമുള്ള ആൾ പറയുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ അവരെ നോക്കിക്കൊണ്ട് സെറ്റിയിലിരുന്നു. റോണിയെ നോക്കിന്ന് ചിരിച്ചു. അവർ തിരിച്ചു. ഇത് രണ്ടും എൻ്റെ മക്കളാ, റോണവും റോണിത്ത്. മോഹൻ പറയുമ്പോൾ അതേ രണ്ടാളെയും നോക്കിന്ന് ചിരിച്ചു. റോണ, ഇതാണ് ED കമ്പനിയിലെ ഓണേഴ്സ് ഫിലിപ്പും അദ്ദേഹത്തിന്റെ മകൻ ആദം ഫിലിപ്പും. മോഹൻ ഒരു ചിരിയോടെ പറയുമ്പോൾ റോണി അവരെ നോക്കി വിനയപൂർവ്വം ചിരിച്ചു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആക്സിഡന്റ്, ഇവരവിടെ ഉണ്ടായിരുന്നു. ഇവരാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം, നിങ്ങളോടൊന്നും പറഞ്ഞില്ലാന്നേ ഉള്ളൂ. മോഹൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ മോഹനെ ഒന്ന് കനപ്പിച്ച് നോക്കി രണ്ടുപേരും. അവർ രണ്ടുപേരുള്ളത് കൊണ്ട് കടുപ്പിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് പോയി. ആദ്യം അകത്തേക്ക് കയറിയത് ബ്ലാക്ക് ഡ്രസ് ഇട്ട 2 ഗാർഡ്സാണ്. അവർക്ക് പിന്നാലെ തന്നെ ബ്ലാക്ക് ഹൂഡിയും മാസ്കും ഗ്ലാസും ഒക്കെ വെച്ച ഒരാൾ അകത്തേക്ക് കയറി. അവൻ കയറിയതും ഗാർഡ്സ് വാതിൽ ലോക്കാക്കി പുറത്തേക്ക് ഇറങ്ങി. അവൻ്റെ മുഖത്ത് ഗ്ലാസ് മാറ്റി അവൻ മോഹൻ്റെ അടുത്തേക്ക് നടന്നു. രുദ്ര, മോഹൻ വിളിക്കുമ്പോൾ രുദ്രൻ മാസ്ക് ഊരി അവൻ്റെ പോക്കറ്റിലിട്ടു. രുദ്രൻ ഒന്നും മിണ്ടാ മോഹനെ തന്നെ നോക്കി നെഞ്ചത്ത് കൈയും കെട്ടി നിന്നു. ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട്, നെറ്റിയിലൊരു മുറിവും. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ പോറലുകളുമുണ്ട്. അവൻ്റെ ആ തീക്ഷ്ണതയേറിയ നോട്ടം കണ്ടിട്ട് മോഹൻ റോണിയും നോക്കിയൊന്ന് പുരികം പൊക്കി. അവർ ഞങ്ങളല്ലെന്ന പോലെ ചുമലനക്കി. എന്തിനാച്ചാ ഒരു ചിരിയോടെ രുദ്രൻ ചോദിക്കുമ്പോഴാണ് മോഹന്റെ ശ്വാസം നേരെ വീണത്. പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ അച്ഛനാണെന്ന് അവൻ നോക്കില്ലെന്ന് മോഹൻ അറിയാം. പക്ഷെ അവൻ്റെ മുഖത്ത് ചിരി കണ്ടപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. പറഞ്ഞതല്ലേ ഞാൻ, എല്ലാം ഞാൻ വന്നിട്ട് മതിയെന്ന്. മോഹൻ അടുത്തേക്ക് ഇരുന്നത് പറയുമ്പോൾ മോഹനൊന്നും മിണ്ടിയില്ല. മോഹൻ അവിടെ കിടന്നുകൊണ്ട് ഫിലിപ്പിനെ നോക്കി രുദ്രനെ നോക്കി നിൽക്കുകയാണ്. രുദ്ര, ഇതാണ് ഫിലിപ്പ്, അത് മകൻ. ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. മോളിനി മുതൽ ഇവരുടെ കമ്പനിയിലാണ്. മോഹൻ അവർക്ക് നേരെ കണ്ണു കാണിച്ചുകൊണ്ട് പറയുമ്പോൾ രുദ്രൻ ഫിലിപ്പിന് കൈ കൊടുത്തു. ഫിലിപ്പ് ഒരു ചിരിയോടെ തിരിച്ചു. ഫിലിപ്പിന്റെ മുഖത്ത് രുദ്രൻ എന്ന നടനുള്ള ആരാധനയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. രുദ്രൻ ആദത്തിന് നേരെ തിരിഞ്ഞു. ആദം സെറ്റിൽ നിന്ന് എണീറ്റ് രുദ്രൻ നേരെ കൈ നീട്ടി. രുദ്രൻ അവന്റെ കയ്യിൽ കൈ ചേർത്തു. രുദ്രനാഥ്, ആദം. രണ്ടുപേരും പരസ്പരം കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. രുദ്രൻ ആദത്തെ ഒന്ന് പുണർന്നതിന് ശേഷം വിട്ടുമാറി. അതൊരു നന്ദി പറച്ചിലാണ്. അവൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാണിച്ച നല്ല മനസ്സിന്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പരസ്പരം പറഞ്ഞിരിക്കുമ്പോഴാണ് റോണിയുടെ ഫോൺ അടിക്കുന്നത്. റോണി ഫോൺ എടുക്കാതെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. അമ്മയാ, റോണി പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുറച്ചു നേരം ആലോചിച്ചു.
എടുക്ക്, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ, വിവരം പറയാം. രുദ്രൻ പറയുമ്പോൾ റോണി ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച് ഒന്നും മിണ്ടാന്നതിന് ശേഷം ഫോൺ കട്ടാക്കി. അമ്മ താഴെയുണ്ട്, ഡ്രൈവർ വിളിച്ച് വിവരം പറഞ്ഞു. അച്ഛനൊന്ന് വീണുന്നാ പറഞ്ഞിരിക്കുന്നത്, അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാ, ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് റോണി പുറത്തേക്ക് ഇറങ്ങി. രുദ്രൻ പെട്ടെന്ന് സെറ്റിൽ നിന്ന് എണീറ്റ് മാസ്കും ഗ്ലാസും ക്യാപ്പൊക്കെ ഇട്ടു. എല്ലാവരും ഒന്നും മനസ്സിലാതെ അവനെ നോക്കി. അച്ഛാ, ഞാൻ ഇറങ്ങാം, എനിക്ക് ഇന്നലെ ഹൈദരാബാദ് പോകണം, ഷൂട്ട് മുടക്കാൻ പറ്റില്ല, പോയേ പറ്റൂ. അമ്മ വരുന്നതിന് മുന്നേ പോട്ടെ, ഇഷ കണ്ട അത് വേണ്ട, ഞാൻ ഇറങ്ങുക. റോണ, എല്ലാം നോക്കണം. അതും പറഞ്ഞുകൊണ്ട് ആത്തിന് നേരെ തിരിഞ്ഞ് അവന് കൈ കൊടുത്ത് അവനിന്ന് കെട്ടിപ്പിടിച്ചു. പോയിട്ട് വരാം, കുറച്ചധികം തിരക്കുണ്ട്. അവനെ പുണർന്നുകൊണ്ട് തന്നെ രുദ്രൻ പറയുമ്പോൾ അവനെ തിരികെ പുണർന്നു. ശരി, കാര്യങ്ങൾ നടക്കട്ടെ, കാണാം. രുദ്രൻ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അവന് ബാക്കിലെ അവൻ്റെ ഗാർഡ്സും ഉണ്ടായിരുന്നു. നിങ്ങൾ നടന്നോ, ഞാൻ വരാം. അവരെ കുറച്ച് മുമ്പിലായി പറഞ്ഞയച്ച ശേഷം രുദ്രൻ പതിയെ നടന്നു. ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ കണ്ടു അവനെതിരെ നടന്നു വരുന്ന ദേവിയെയും വിശുവിനെയും റോണിയെയും. രുദ്രന്റെ കണ്ണുകൾ അവന്റെ പെണ്ണിൽ തറഞ്ഞു നിന്നു. ദേവിയോട് എന്തോ പറഞ്ഞുകൊണ്ട് നടന്നു വരികയാണ്. റോണിക്കും ദേവിക്കും നടുവിലായിട്ടാണ് വരുന്നത്. രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. മുടിയിഴകൾ മുന്നിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയിലൊടുത്തിരിക്കുന്ന ആ സാരിയിൽ അവളൊരു ദേവതയെ പോലെ അവന് തോന്നി. കാലുകൾ അവൾക്കടുത്തേക്ക് അവനറിയാതെ ചലിച്ചു. യേശു പെട്ടെന്ന് അവനെ നോക്കിയതും മിന്നൽ വേഗത്തിൽ അവൻ മുന്നിലേക്ക് നടന്നു. ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ലിഫ്റ്റിൽ കയറി തിരിഞ്ഞു നിൽക്കുമ്പോൾ കണ്ടു മോഹൻ കിടക്കുന്ന റൂമിലേക്ക് കയറാതെ അവിടെ നിന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ പെണ്ണിനെ. രുദ്രൻ അവൻ്റെ ഹൃദയം തകരുന്ന പോലെ തോന്നി. അവളുടെ അടുത്തേക്ക് പായാൻ നിൽക്കുന്ന അവൻ്റെ മനസ്സിനെ അവൻ വരുതിയിലാക്കി. ഇപ്പോൾ അവളുടെ അടുത്തേക്ക് പോയാൽ അവളുടെ സങ്കടം കൂടുകയുള്ളൂ. ഇനിയൊരു വിരഹം അവൾക്ക് താങ്ങില്ല. അവൻ്റെ ഈശയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആ ലിഫ്റ്റ് അവർക്കിടയിൽ അടഞ്ഞു. റോണി വന്ന് വിളിച്ചത് ഈശോ അവിടെ നിന്ന് നോട്ടം മാറ്റി അകത്തേക്ക് കയറി. അപ്പോഴും ആ പോയത് അവിടെ ഇച്ഛയാണെന്ന് ഉള്ളിലിരുന്ന് അവിടെ ഹൃദയം മലമുറയിട്ടു. ലിഫ്റ്റ് അടഞ്ഞതും രുദ്ര അവൻ്റെ കണ്ണിന് മുകളിലെ ഗ്ലാസ് ഊരി ശേഷം നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് അമർത്തിയൊന്ന് തുടച്ചു. അവന് മുമ്പിൽ നിന്ന് അവനെ നോക്കിയ ഗാർഡ്സിന്റെ പുരികം ചുളിഞ്ഞു. ഷീസ് മൈ വൈഫ്. അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ രുദ്രൻ പറയുമ്പോൾ അവർ പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളൊന്ന് വിടർന്നു. ദേവിയെയും റോണിയെയും അവർക്കറിയാം. അവർക്കൊപ്പമുള്ള പെൺകുട്ടിയെ അവരപ്പോൾ കണ്ടതാണ്. അത്രമേൽ സുന്ദരിയായ ഒരു പെൺകുട്ടി. അവരുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു. അത്രമേൽ സുന്ദരമായ ഒരു ജോഡി. എനിക്കൊന്നുമില്ല ദേവി, ജസ്റ്റ് ഒന്ന് വീണതാ, കൈയൊന്ന് പൊട്ടി, അത്രയേ ഉള്ളൂ. അല്ല, മോളെവിടെ? മോഹന്റെ കയ്യിലും നെറ്റിയിലൊക്കെ പിടിച്ചു നോക്കി ദേവി കരയുമ്പോഴാണ് പിന്നിലേക്ക് നോക്കി മോഹൻ ഇശുവിനെ ചോദിച്ചു. മോള് റോണി, മോളെവിടെ? ദേവി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇശുവില്ല. റോണി പുറത്തേക്ക് വാതിൽ തുറന്നു പോയി. അച്ഛാ. റോണിക്കൊപ്പം അകത്തേക്ക് കയറി വന്നവൾ ബെഡിൽ കിടക്കുന്ന മോഹന്റെ അടുത്തേക്ക് ഓടി. അച്ഛാ, എന്തു പറ്റി? ഇത് വീണതാണോ? അല്ലല്ലോ. മോഹന്റെ ശരീരത്തിൽ തൊട്ടും തലോടിയും കരഞ്ഞുകൊണ്ട് പറയുന്ന ആ മകളെ മോഹൻ ചിരിയോടെ നോക്കുമ്പോൾ ഫിലിപ്പ് ആ മകളെ വാത്സല്യത്തോടെ നോക്കി. ആദം അതൊന്നും ശ്രദ്ധിക്കാതെ കൈയുള്ള ഫോണിൽ എന്തോ നോക്കിയായിരുന്നു. അവൻ തേടുന്നത് അവന്റെ കൺമുമ്പിലുണ്ടെന്നറിയാതെ. ഈശു മോഹന്റെ നെറ്റിയിലും കവിളിലുമൊക്കെ തലോടി. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. സ്വന്തം പപ്പയാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നെങ്കിൽ അവൾക്ക് അത്ര വേദന തോന്നില്ലെന്ന് അവൾ ചിന്തിച്ചു. പക്ഷെ അച്ഛൻ, അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഒന്നും മിണ്ടാതെ ബെഡിൽ ചാരിയിരിക്കുന്ന മോഹന്റെ നെഞ്ചിലേക്ക് പതിയൊന്ന് ചാരി അവൾ. മോഹന്റെ നെഞ്ചിൽ കിടന്ന് വിതുമ്പുന്ന അവളുടെ തലമുടിയിൽ ദേവി സ്നേഹത്തോടെ തലോടി. എന്തോ ഇഷുവ എന്ന മരുമകളോട്, അല്ല ആ മകളോട് ആ അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അച്ഛനും ഒന്നുമില്ലടാ, ദേ ഈ കാണുന്നൊക്കെയുള്ളൂ, അതൊക്കെ വേഗം മാറും. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് മോഹൻ പറയുമ്പോൾ ഈശു തലയുയർത്തി മോഹനെയും നോക്കി. അവളുടെ നോട്ടം കണ്ടത് മോഹൻ കണ്ണൊന്ന് ചിമ്മി കാണിച്ചു. ഈശു മോഹന്റെ നെഞ്ചിൽ നിന്ന് നടന്നു മാറി. ഞങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയി വരുന്ന വഴിയാ. മഹിയേട്ടനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല, അതാ ഡ്രൈവർക്ക് വിളിച്ചത്. അങ്ങനെ ആ കാര്യം അറിഞ്ഞത്. നിങ്ങൾക്കൊന്നൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ. മോഹന്റെയും റോണിയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടെ ദേവി പറയുമ്പോൾ റോണി ദേവിയെ ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളെ കൂടി പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല. റോണി പറയുമ്പോൾ ദേവി ഒന്ന് തലകുലുക്കി നിറഞ്ഞ കണ്ണുകളിൽ നിന്ന് തുടച്ചു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ കിടപ്പ് കാണുമ്പോൾ വല്ലാത്ത സങ്കടം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പെട്ടെന്ന് ഫിലിപ്പിന്റെ ശബ്ദം കേട്ടതും ദേവി ഈശു ഒരുപോലെ നോക്കി. അവരപ്പോഴാണ് സെറ്റിലിരിക്കുന്ന ഫിലിപ്പിനെയും ഫോണിൽ നോക്കിയിരിക്കുന്ന ആദമിനെയും കാണുന്നത്. ആ ദേവി, ഇവരെ എന്നെ ഇവിടെ എത്തിച്ച് ഈ നേരം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. AD ഗ്രൂപ്പ്സിന്റെ ഓണേഴ്സാ. ആദ്യം ദേവിയെ നോക്കിയും പിന്നെ യേശുവിനെ നോക്കിയുമാണ് മോഹൻ അത് പറഞ്ഞത്. നാളെ മുതൽ ഇവർക്കൊപ്പമാണ് അവിടെ ജോലിയെന്ന് മോഹൻ യേശുവിനെ അറിയിച്ചതാണ്. ദേവി യേശുവും ഫിലിപ്പിന് നേരെ കൈകൂപ്പി. ഫിലിപ്പ് ഒന്ന് ചിരിച്ചു. എന്നാ ഇനി നിൽക്കുന്നില്ല, ആരെങ്കിലും വേണ്ടപ്പെട്ട് വന്നിട്ടേ പോകുന്നെന്ന് ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാവരും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ഫിലിപ്പേ, പോയി വരൂ. രുദ്രൻ വന്നതിന് ശേഷം അവൻ്റെ ഒരു ഒഴിവു ദിവസം നോക്കി
നമുക്ക് ഡീലിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം. പിന്നെ ഇവരെ പരിചയപ്പെട്ടില്ലല്ലോ. ഇതെന്റെ ഭാര്യ ദേവിക, ഇതെന്റെ മകൾ ഇഷ്വ. ദേവിയെ നോക്കി മോഹൻ അടുത്ത് നിൽക്കുന്ന ഇഷ്യുവിനെ ചേർത്തിരുത്തിയുമാണ് മോഹൻ അത് പറഞ്ഞത്. ഇഷ്വ? മോഹൻ പറഞ്ഞതിൽ ആ വാക്ക് മാത്രം കേട്ടു ആദം. ഫിലിപ്പ് മോഹൻ പറഞ്ഞ ആ പേരിലൊന്ന് ഞെട്ടി. ആ ഞെട്ടിലോടെ തന്നെ ആദ്യത്തെ നോക്കി. അവന് നോട്ടം മുന്നിൽ മോഹനോട് ചേർന്നിരിക്കുന്ന പെൺകുട്ടിയിലാണ്. മനോഹരമായൊരു സെറ്റ് സാരി ഉടുത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ ചുണ്ടുകൾ അപ്പോഴും വിതുമ്പുന്നുണ്ട്. നോട്ടം മോഹന്റെ കൈയിലേക്കും നെറ്റിയിലേക്കുമൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൽ തഴുകുന്നുണ്ട്. എന്തോ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ആദ്യത്തിന്റെ കണ്ണുകൾ വിടർന്നു. എന്തിനോ വേണ്ടി അവന്റെ ഹൃദയം അലമുറയിട്ടു. എത്രയോ ദിവസങ്ങളായി അവൻ അലഞ്ഞടന്ന നിധിയാണ് അവന് മുമ്പിൽ നിൽക്കുന്നതെന്ന് ആരോ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ. ആദിയുടെ കണ്ണുകൾ അവളുടെ കഴുത്തിലേക്ക് പോയി. രക്തമൊലിച്ച് കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ കണ്ടത് അവളുടെ കഴുത്തിൽ നെഞ്ചിലായി കിടക്കുന്ന കുരിശുമാലയാണ്. ആദത്തിന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലേക്ക് തന്നെ പോയി. അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ആ കുരിശുമാല അവളുടെ കഴുത്തിൽ കിടക്കുന്ന കണ്ടതും ആദത്തിന്റെ കണ്ണുകൾ വിടർന്നു. അവൻ തേടിക്കൊണ്ടിരിക്കുന്നവൾ തന്നെയാണ് മുന്നിലിരിക്കുന്നതെന്ന് അവന് ബോധ്യമായി. അവന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. ഇഷ്വ, മോഹന്റെ മകള് ഞങ്ങളുടെ ആളാണ്. അല്ല, പേര്? മോഹന്റെ മകൾ എന്ന പരിചയപ്പെടുത്തലും അവളുടെ പേരൊക്കെയും കൂട്ടി വായിച്ചപ്പോൾ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ ചോദിച്ചു ഫിലിപ്പ്. മോഹനൊന്ന് ചിരിച്ചു. പറയാനാണെങ്കിൽ കുറേയുണ്ട്. ഇപ്പം എന്തായാലും വയ്യ. ഇനി കാണുമ്പോൾ എല്ലാം വിശദമായിട്ട് പറയാം. മോഹന്റെ ആ വാക്കിൽ തന്നെ എന്തൊക്കെയോ മറിഞ്ഞിരിക്കുന്ന പോലെ ആദ്യത്തിനും ഫിലിപ്പിനും തോന്നി. പക്ഷെ ആ സാഹചര്യത്തിലൊന്നും ചോദിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിലുള്ള ചിന്തകളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ സിറ്റിയിൽ നിന്ന് എണീറ്റു. ശരി, ഇറങ്ങട്ടെ. മോഹൻ ആരോഗ്യം ശ്രദ്ധിക്കുക. എന്തുണ്ടെങ്കിലും വിളിക്കാം. ഒരു വിളിക്കപ്പുറത്ത് ഞങ്ങളുണ്ടാവും. മോഹന്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് ഫിലിപ്പ് പറയുമ്പോൾ നിറഞ്ഞൊരു ചിരി തിരിച്ചു മറുപടിയായി കൊടുത്തു. ആദവും മോഹന് കൈ കൊടുത്തു. മോഹന്റെ അടുത്തേക്ക് വന്ന് ആ കൈ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ആ പ്രത്യേകതരം ഗന്ധം കിട്ടുന്നുണ്ടോ എന്നറിയാൻ അവൻ അവന്റെ ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. ആദത്തിന്റെ ചുണ്ടുകൾ ആ ഗന്ധമറിഞ്ഞ പോലെ വിടർന്നു. അതുവരെ പുകമറ പോലെ തെളിഞ്ഞ അവന്റെ മനസ്സിലെ മുഖത്തിന് ഭംഗിയുള്ള ഐശ്വര്യമുള്ള ഒരു മുഖം വന്നു ചേർന്ന് അവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തിരിച്ചറിഞ്ഞു. മോഹന്റെ കയ്യിൽ നിന്ന് കൈകൾ വേർപ്പെടുത്തി ആദം മോഹന്റെ അടുത്തിരിക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ ആദത്തെ തന്നെ നോക്കിയിരിക്കുകയാണ്. എവിടെയോ കണ്ണുമറന്ന ആ മുഖം അവൾ അവളുടെ ഓർമ്മകളിൽ തിരയുകയാണ്. യേശുവിന്റെ നോട്ടം കണ്ടതും ആദം ഒന്ന് ചിരിച്ചു കൊടുത്തു. യേശു തിരിച്ചു അതുപോലെ മനോഹരമായ ചിരി മടക്കി നൽകി. ആദി വിടർന്ന കണ്ണുകളോടെ അവളുടെ ആ വിടർന്ന ചുണ്ടിലെ മനോഹരമായ ചിരിയിലേക്ക് നോക്കി നിന്നു. സർവ്വവും ആ ഒരൊറ്റ ചിരിയിൽ ഒതുങ്ങിയ പോലെ തോന്നി. അവന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. മറ്റുള്ളവർ കാണുമെന്ന് അവന്റെ മനസ്സ് അവന്റെ ബുദ്ധിയോടെ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ആ പറഞ്ഞു കേൾക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. ആദത്തിന്റെ നോട്ടം കണ്ട മോഹൻ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ ആ സ്വയം മറന്നുള്ള നോട്ടത്തിൽ അവളൊന്ന് ഭയന്നിട്ടുണ്ട്. ഒരു പേടി അവളെ പൊതിഞ്ഞു. മോഹൻ യേശുവിന്റെ കയ്യിൽ പിടിച്ചു. അതവൾ അറിഞ്ഞിട്ട് മോഹൻ കിടക്കുന്ന ബെഡിൽ നിന്ന് എണീറ്റു. ആ നിമിഷമാണ് ആദത്തിന് അവൻ സ്വയം മറന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. അവളുടെ കണ്ണിലെ പേടി കണ്ടതും ആദം പിന്നെ ആരോടൊന്നും മിണ്ടാ പുറത്തേക്ക് ഇറങ്ങി. ഫിലിപ്പ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും നോക്കിക്കൊണ്ട് അവന് പിന്നാലെ നടന്നു. ഏട്ടന് പണിയാവോ? അവര് പോയതും റോണൊരു തമാശ രൂപത്തിൽ അവ പറയുമ്പോൾ എല്ലാവരും വെറുതെ ഒന്ന് ചിരിച്ചു. പക്ഷെ മോഹന് ചിരിക്കാനായില്ല. കാരണം ആദത്തിന്റെ ആ തീക്ഷ്ണതയേറിയ നോട്ടം അത്രയും അടുത്ത് കിടന്ന മോഹൻ കണ്ടതാണ്. എന്തോ ഒരു ഭയം അദ്ദേഹത്തിന്റെ ഉള്ളിലും നിറഞ്ഞു. ആ ഭയത്തോടെ യേശുവിനെ നോക്കുമ്പോൾ ഫോണിൽ നോക്കി നിൽക്കുകയാണ്. നേരത്തെ അവളുടെ കണ്ണിൽ കണ്ട ഭയമോ മുഖത്തെ വെപ്രാളമോ ഇല്ല, ചിരിയാണ്. അവളുടെ ചുണ്ടിലും കണ്ണിലുമെല്ലാം ആ പാൽ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഫോണിൽ രുദ്രനാണെന്ന് മോഹന് മനസ്സിലായി. യേശു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയച്ച മെസ്സേജിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് രുദ്രൻ. അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും അവൾ മറുപടി അയച്ചു. മുൻപ് അവൾക്ക് രുദ്രന്റെ സാമീപ്യം തോന്നിയത് അവളുടെ ഒരു തോന്നൽ മാത്രമായി അവൾ മായ്ച്ചു കളഞ്ഞു. മോഹൻ അന്ന് തന്നെ ഡിസ്ചാർജ് ആക്കി. അവരെല്ലാം മാൻഷനിലേക്ക് വരുമ്പോഴാണ് കണ്ണൻ എവിടെയോ പോയി വരുന്നത്. ബൈക്ക് നിർത്തി കണ്ണൻ കാറിൽ നിന്ന് ഇറങ്ങുന്നവരുടെ അടുത്തേക്ക് പോയി. മുന്നിൽ നിന്ന് റോണിയും ഇറങ്ങി. ബാക്കിൽ നിന്ന് ആദ്യം ദേവി ഇറങ്ങി. പതിയെ മോഹന്റെ കൈ പിടിച്ചിറക്കി. അതിനുശേഷം ഇഷുവും ഇറങ്ങി. അവരെല്ലാം കണ്ടതും കണ്ണന്റെ മുഖം വീർത്തു. നിങ്ങളെല്ലാവരും കൂടെ എവിടെ പോയതാ? എന്നെ കൂട്ടാൻ നിങ്ങളൊക്കെ എവിടെ പോയതാന്ന് മുഖം കടുപ്പിച്ചുകൊണ്ട് കണ്ണൻ പറയുമ്പോൾ മോഹനും ദേവി അവനെ ഒന്ന് പൂച്ചിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഈശു എന്തോ പറയാൻ വന്നു. റോണി അവളുടെ ഷോട്ടിൽ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയതാ. നിന്നെ വിളിക്കാൻ മറന്നു. രാവിലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛനൊരാഗ്രഹം പുറത്തേക്ക് ഒന്ന് പോയാലോ ഒന്ന്. അതിന് അച്ഛനൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പോന്നു. റോണി പറയുമ്പോൾ കണ്ണൻ ഈശുവിനെ അമർത്തി നോക്കിക്കൊണ്ട് റോണിയോട് ചോദിച്ചു. ഏടത്തേക്ക് എന്നെ ഓർമ്മ വന്നില്ല എന്നായിരുന്നു അവന്റെ നോട്ടത്തിന്റെ അർത്ഥം. ഈശു ഒന്നും മിണ്ടാതെ അവർക്ക് 3 പേർക്കിടയിൽ കൂടി. അച്ഛനൊക്കെ ഇന്നലെ രാത്രിനെത്തി. നീ ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഒരു സങ്കടം, ഞങ്ങൾ പോകുമ്പോഴോ പോയിട്ട് ഈ നിമിഷം നിന്നെ കാണുന്നവരെ നിന്നെ കുറിച്ച് ഓർമ്മ വന്നില്ല. പാവം നീ. റോണ അവന്റെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് അകത്തേക്ക് നടന്നു.
റോണി യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. കണ്ണൻ മുഖം വീർപ്പിച്ച് പിന്നാലെ. അങ്ങനെ തന്നെ വേണം, എന്നെ കൂട്ടാതെ പോയിട്ടല്ലേ. ദൈവകോപം. അകത്തേക്ക് അറിയുന്ന സെറ്റിലിരിക്കുന്ന മോഹൻ അടിമുടി നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. എന്താ ദൈവകോപോ? നിനക്കോ? നീ എന്തൊക്കെയാ പറയുന്നത് കണ്ണ? ദേവി മോഹന്റെ അടുത്തിരുന്നോട് ചോദിക്കുമ്പോൾ കണ്ണൻ ദേഷ്യത്തിൽ അവർ നോക്കി സെറ്റിലിരുന്നു. നിങ്ങളൊക്കെ എന്നെ കൂട്ടാ പുറത്തു പോയില്ലേ, അതിന് ദൈവം ശിക്ഷിച്ചാ. എന്നെ നിങ്ങൾക്ക് വിലയില്ലാത്ത പോലില്ല, ദൈവത്തിന് എന്നെ നല്ല വിലയാ. കണ്ണൻ പറയുമ്പോൾ ദേവി മോഹൻ ഒന്നും മനസ്സിലാവാനും നോക്കി. ദേവി ഒന്ന് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട ശേഷം എല്ലാം പറഞ്ഞു. കണ്ണൻ റോണിയെന്ന് കടുപ്പിച്ചു നോക്കി. അവരാണെങ്കിൽ കണ്ണനെ നോക്കി കഷ്ടം വെച്ച്. നീ ഇത്രക്ക് പൊട്ടനാണെന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. സാരല്ല, എല്ലാം സമയമാകുമ്പോഴല്ലേ അറിയാം. ആ എന്നാലും നീ. അതും പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് റോണ റൂമിലേക്ക് കയറി. അവന് പിന്നാലെ തന്നെ റോണി. എല്ലാവരും ഫ്രഷായി വാ, കഴിച്ചിട്ട് വേഗം കിടക്കാം, നാളെ മോൾക്ക് ജോലിയുള്ളതല്ലേ. മുകളിലേക്ക് കയറി പോകുന്നവരെ നോക്കി ദേവി പറഞ്ഞു. മോഹന്റെ അടുത്തിരിക്കുന്നവളുടെ നെഞ്ചൊന്നും പിടഞ്ഞു. എന്തോ അവളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തിന്റെ മുഖമാണ്, അവന്റെ നോട്ടമാണ്. അവളൊന്നും മിണ്ടാതെ മുകളിലേക്ക് നടന്നു. കണ്ണുകൾ നിറഞ്ഞു. ഒന്ന് ചേർന്ന് നിൽക്കാൻ, ഉള്ളിലെ സങ്കടങ്ങളെ മായ്ച്ചു കളയാൻ. ആ നെഞ്ചിലെ ചൂട് പോലും ഇന്ന് അടുത്തില്ല എന്ന് ഓർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡോറ് തുറന്ന് അകത്തേക്ക് കയറി ലോക്കാക്കി ഡോറിൽ ചാരി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. രാവിലെ കൊടുത്ത സാരിയാണ്. അതങ്ങനെ നിന്നുകൊണ്ട് തന്നെ അവിടെ ശരീരത്തിൽ നിന്ന് ഊരിമാറ്റി നിലത്തേക്ക് ഇട്ടു. ശേഷം നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച ശേഷം ബാത്റൂമിൽ കയറി. ഷവറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളം ശരീരത്തെ മാത്രമേ തണുപ്പിച്ചുള്ളൂ. അവളുടെ ഉള്ളിൽ പുകയുന്ന അവളുടെ ചിന്തകളെ തണുപ്പിക്കാൻ ആ വെള്ളത്തിനായില്ല. ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിൽ കുറച്ചു നേരം നിന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങി. എന്നത്തെയും പോലെ രുദ്രന്റെ ഒരു ഷർട്ട് ഇട്ട ശേഷം ബെഡിലേക്ക് കിടന്ന നിമിഷം തന്നെ അവളുടെ ഫോൺ അടിച്ചു. ഒരു നിമിഷം രണ്ടുപേരൊന്നും മിണ്ടിയില്ല. മിണ്ടിയ അവളുടെ ഉള്ളിലെ സങ്കടം പുറത്തു വന്നാലോ എന്ന് കരുതിയാണ് യേശു മൗനം പാലിച്ചത്. നിറഞ്ഞ കണ്ണുകളെ തുടച്ച് മുകളിലേക്ക് കയറിപ്പോകുന്നവളുടെ മുഖമാണ് രുദ്രന്റെ മനസ്സിൽ. ഇഷ. രുദ്രന്റെ ശബ്ദം അവളുടെ ചെവിയിൽ പറഞ്ഞ നിമിഷം അവളും തേങ്ങി. ഈശ, എനിക്ക് ജോലിക്ക് പോകണ്ട ഈശ. ഞാൻ അച്ഛൻ്റെ ഒപ്പം നമ്മുടെ കമ്പനി പോവാ ഈശ, എനിക്ക് പേടിയാ. അവളുടെ ശബ്ദം ചിലമ്പിച്ചു. രുദ്രനൊന്നും മിണ്ടിയില്ല. അവൻ അവൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വാക്കുകൾ പറയില്ലെന്ന് അവൻ അറിയാം. ഇഷ മിണ്ടിയില്ല. അവന്റെ ശബ്ദത്തെ അവളിൽ നിറച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. എന്റെ പെണ്ണിന് ആ ജോലിക്ക് പോകണ്ടെന്നാണെങ്കിൽ ആരും നിന്നെ നിർബന്ധിക്കില്ല. നിനക്ക് എന്താണോ ഇഷ്ടം അതേ നടക്കൂ. രുദ്രൻ പറയുമ്പോൾ ഈശോ ഒന്നും മിണ്ടിയില്ല. ഒരു സമാധാനം അവളുടെ മനസ്സിൽ നിറഞ്ഞു. അവന്റെ ആ വാക്കിലുണ്ടായിരുന്നു അവളുടെ ഉള്ളിലെ ആകുലതകൾ മായ്ക്കാനുള്ള കഴിവ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.